2026 ഹരിവരാസന പുരസ്കാര ജേതാവ് തിരുവിഴ ജയശങ്കർ. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2023 JC ഡാനിയൽ അവാർഡ് ജേതാവ് ശാരദ. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മോഹൻലാൽ. പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് ചിറയിൻകീഴ്, തിരുവനന്തപുരം. മാർച്ചിൽ നടക്കുന്ന ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. അതിൻ്റെ ഭാഗ്യചിഹ്നമാണ് മോർവിയർ. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് വടകര. വനിതാ ജീവനക്കാരെ ജോലിസ്ഥലത്ത് ലൈംഗിക പീഡനം റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നതിനായി 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്പ് ഷൈൻ. 2027 ഇന്ത്യൻ സെൻസസിൻ്റെ ആദ്യഘട്ടം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് 2026 ഏപ്രിൽ 1-നാണ്. അതുപോലെ 2027 സെൻസസിനുള്ള ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 1855. 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് സുദർശൻ പട്നായിക്. വടക്കൻ സിക്കിമിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ഹിംസേതു. ICCയുടെ 2026 മാർച്ച് മാസത്തെ പുരുഷ പ്ലെയർ ഓഫ് ദി മന്തായി തിരഞ്ഞെടുത്തത് സഞ്ജു സാംസൺ. 2026 കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷിത നഗരങ്ങൾ പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തിയ മധ്യപ്രദേശിലെ നഗരം ധർ. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലെ ആദ്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം ഫസ്റ്റ്. 2026 ലോക ബുദ്ധമത സമാധാന സമ്മേളനത്തിന് വേദിയായത് തെലങ്കാന. 2026 മിസ് ഇന്ത്യ കിരീടം നേടിയത് സാധ്വി സതീഷ് സെയിൽ. ഇന്ത്യയുടെ 99ാമത് റംസാർ സൈറ്റായി പ്രഖ്യാപിച്ച ഷേഖ ഝീൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ബ്രിട്ടീഷ് അക്കാദമിയുടെ ബാഫ്ത അവാർഡ് വേദിയിൽ അവതാരകയാകുന്ന ബോളിവുഡ് നടി ആലിയ ഭട്ട്. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരമായി മാറിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 വേദിയാകുന്നത് വിശാഖപട്ടണം. അഴിമതി കേസുകളിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. 2026 നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാവ് സർവീസസ്. റണ്ണറപ്പ് കേരളമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കല്യാട്, കണ്ണൂർ. ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2026 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് താരിഖ് റഹ്മാൻ. പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേമാതരം ആലപിക്കാനുള്ള സമയദൈർഘ്യം 3 മിനിറ്റ് 10 സെക്കൻഡ്. 100% ഇൻഷുറൻസ് പരിരക്ഷ നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല അൽവാർ, രാജസ്ഥാൻ. ഭീകരവാദത്തെ നേരിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ കർമ്മ പദ്ധതി പ്രഹാർ. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം ആരംഭിച്ചത് ജിന്ദ്, ഹരിയാന. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ എഡ്വിൻ ല്യൂട്ടൻസിൻ്റെ പ്രതിമയ്ക്ക് പകരം രാഷ്ട്രപതി ഭവനിൽ ആരുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? C. രാജഗോപാലാചാരി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് 2026 ഏപ്രിൽ 9. വോട്ടെണ്ണൽ നടന്നത് 2026 മെയ് 4-നുമാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ ആദ്യ നോവൽ നിയോഗം. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് രാഹുൽ ദ്രാവിഡ്. 2026 നടക്കുന്ന 25ാമത് വിൻ്റർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് മിലാൻ ആൻഡ് കോർട്ടിന. ഇറാന് എതിരായ ആക്രമണത്തിന് US നൽകിയ പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ജമ്മു കാശ്മീർ. പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2026 ഏപ്രിൽ 1. 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം വാരണാസി. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇടപാടിൽ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിടുന്ന രാജ്യം ഇന്തോനേഷ്യ. പശ്ചിമ ബംഗാളിൻ്റെ ഗവർണർ RN രവി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസാണ് 2027 പൂർത്തിയാകുന്നത്? 8ാമത്തെ സെൻസസ്. കേരള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ സീറോ. ലഹരി മാഫിയയെയും മയക്കുമരുന്ന് വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ.
വയോജനക്ഷേമത്തിന് പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ മുഖ്യവേദി കൊൽക്കത്ത. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായി പ്രഖ്യാപിച്ചത് സിക്കിം. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യയാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം പുറപ്പെടുവിച്ച സംസ്ഥാനം കേരളം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നയം പുറപ്പെടുവിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം. അടുത്തിടെ ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ബാധയെ തുടർന്ന് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രോഗമേത്? ഉത്തരം എബോള. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആൻഡമാൻ നിക്കോബാർ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം കേരള സവാരി. കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ സഞ്ജു സാംസൺ. 2024-25 സ്വരാജ് ട്രോഫി നേടിയത് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, ബ്ലോക്ക് പഞ്ചായത്ത് നേമം, ഗ്രാമപഞ്ചായത്ത് ഉഴമലൈക്കൽ, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. കേരള സർക്കാർ നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ VP ജോയ്. കേരള നീതിന്യായ ചരിത്രത്തിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്ന ആദ്യ ജഡ്ജിയായി ചുമതലയേൽക്കുന്നത് താന്യ നാഥൻ. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം പെരുമ്പളം പാലം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത് കോഴിക്കോട് ചേവായൂർ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിൻ. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വനമേഖലയ്ക്ക് പുറത്ത് വിഹരിക്കുന്ന കടുവകൾ അടക്കമുള്ള വന്യജീവികളുടെ ശാസ്ത്ര പരിപാലനത്തിനായുള്ള കേന്ദ്ര പദ്ധതിയിൽ നിന്ന് പുറത്തായ സംസ്ഥാനം കേരളം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥ്. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ വലേറ്റി പ്രേംചന്ദ്. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു. റോ ഡയറക്ടർ പരാഗ് ജെയിൻ. വിജിലൻസ് ഡയറക്ടർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. കേരള DGP റവാഡ ചന്ദ്രശേഖർ. കരസേനാ മേധാവി ധീരജ് സേത്ത്. നാവികസേനാ മേധാവി കൃഷ്ണസ്വാമി നാഥൻ. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. സംയുക്ത സേനാ മേധാവി NS രാജസുബ്രഹ്മണി. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. UPSC ചെയർമാൻ അജയ് കുമാർ. UGC ചെയർമാൻ വിനീത് ജോഷി. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി. അടുത്തത് 2024 ലോക്സഭാ മന്ത്രിമാരെക്കുറിച്ചാണ്. വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ. വനിതാ ശിശുക്ഷേമം അന്നപൂർണ ദേവി. വനവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആരോഗ്യമന്ത്രി JP നദ്ദ. യുവജനം കായികം മൻസുഖ് മാണ്ഡവ്യ. പെട്രോളിയം പ്രകൃതിവാതകം ഹർദീപ് സിംഗ് പുരി. ഗതാഗതം നിതിൻ ഗഡ്കരി. പാർലമെൻ്ററി കാര്യം കിരൺ റിജ്ജു. ജലശക്തി CR പാട്ടീൽ. വൻകിട വ്യവസായം HD കുമാരസ്വാമി. വ്യോമയാനം റാം മോഹൻ നായിഡു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.